അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് അടയാളം നൽകാം. അപ്പോൾ ശരിക്ക് ശരി എന്ന് അടയാളം നൽകുക, അതാണ് ഒന്നാമത്തെ ഭാഗം. താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം 2 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാണോ അതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ആരാണ്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ആരാണ് എന്നാണ് അവിടെ ചോദിച്ചത്. യൂനുസ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ആരാണ്? ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം എന്നുള്ള ഭാഗത്ത് ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് മക്കയുടെ ഉപനാമം. അപ്പം മക്കയുടെ ഉപനാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഏതാണോ ഇതിലുള്ളത് അതിന് ശരി അടയാളപ്പെടുത്തുക. മദീന എന്നാണോ അല്ലെങ്കിൽ ബക്ക എന്നാണോ? അപ്പം ബക്ക എന്നുള്ളതാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ആമിന ബീവിയുടെ പിതാവ് അബൂ ത്വാലിബ് ആണോ അല്ലെങ്കിൽ വഹബ് ആണോ? ആൻസർ വഹബ് ആണ്. അപ്പോൾ അവിടെ വഹബ് എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അതാരാണ്? പിതാമഹൻ അബൂ ത്വാലിബ് ആണോ അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബ് ആണോ? ആരാണ്? അബ്ദുൽ മുത്തലിബ് ആണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ആരാണ്? മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹയാണോ ഹാജർ റളിയല്ലാഹു അൻഹയാണോ? ആരാണ്? ഹാജർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹാജർ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത് ഹലീമ ബീവിയുടെ മകൻ. ഹലീമ ബീവിയുടെ മകൻ ആരാണ്? ലംറത്ത് ആണോ അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബ് ആണോ? ആരാണ്? ലംറത്ത് ആണ്. അപ്പോൾ അവിടെ ലംറത്ത് എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, 4ഓളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തല്ല, പൂർത്തിയാക്കിയിട്ടല്ല എഴുതിയത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് അദ്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20ാമത്തെ ഡാഷ്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? പിതാമഹനാണ്. അപ്പോൾ അവിടെ പിതാമഹനാണ് എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്താതെ അബൂ ത്വാലിബ് ഭക്ഷണം ബാക്കി എന്താണ്? കഴിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ കഴിക്കുമായിരുന്നില്ല എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം വയസ്സിൽ മാതാവിനോടൊപ്പം ഡാഷ് എന്താണ്? മദീനയിൽ പോയി. അപ്പോൾ അവിടെ മദീനയിൽ പോയി എന്നാണ് എഴുതേണ്ടത്. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ ഡാഷ്. അവിടെ എന്താണ് വേണ്ടത്? നബിയാണ്. ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. അതാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 5 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ വയസ്സ്. അപ്പം വഫാത്താകുമ്പോൾ നബിയുടെ ഉമ്മയുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 20 വയസ്സ്. അപ്പം 20ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് വഫാത്തായത്. രണ്ടാമത്തത് ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി കുടുംബം താമസിച്ചു എവിടെ? ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും താമസിച്ചത് എവിടെയായിരുന്നു? എവിടെയാണ്? ഷിഅബ് അബൂ ത്വാലിബ്. അപ്പോൾ അവിടെ ഷിഅബ് അബൂ ത്വാലിബ് എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമ ബീവിയുടെ ഗോത്രം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ബനു സഅദ്. ബനു സഅദ് ഗോത്രക്കാരിയായിരുന്നു അദ്ദേഹം, ആര്? ഹലീമ ബീവി. ഇനി നാലാമത്തത് ജുറുഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ്? ജുറുഹും ഗോത്രക്കാർ മക്കയിൽ വന്ന്
താമസമാക്കിയത് എപ്പോഴാണ്? സംസം എന്ന അത്ഭുത ജലം ഉറവയെടുത്തതോടെ. അപ്പം സംസം എന്ന അത്ഭുത ജലം ഉറവയെടുത്തതോടെയാണ് ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത്. ഇനി 5ാമത്തെ ചോദ്യം, ആ വംശ പരമ്പര പരിശുദ്ധമാണ്. ഏത് പരമ്പര? ആ വംശപരമ്പര പരിശുദ്ധമാണ്. ഏത് വംശപരമ്പര? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയാണ് പരിശുദ്ധമായത്. ഇനി 4ാമത്തെ ഭാഗം, 2 വീതം എഴുതാം. 2 വീതം എഴുതാം. 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 1ാമത്തേത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ. ഏതെങ്കിലും 2 എഴുതാം. ഒന്നേതാണ്? ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തല കുത്തി വീണു. 2ാമത്തത്, അനൂഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി. അപ്പം ഇത് 2മാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി 2ാമത്തേത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ 7ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? 1, അഖീഖത്ത് അറുത്ത് കുറൈശികളെ ക്ഷണിച്ച് സദ്യ നൽകി. അഖീഖത്ത് അറുത്ത് കുറൈശികളെ ക്ഷണിച്ച് സദ്യ നൽകി. ഇനി അടുത്തത്, മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അതുപോലെ നമ്മൾ 4ൽ 1ാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ എന്നുള്ള ഭാഗത്ത് ഇനിയും വരുന്നുണ്ട്. 1 എന്താണ്? ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തലകുത്തി വീണു. പിന്നെ അനൂഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു വീണു. പിന്നെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞു പോയി. ഇറാനിൽ സാവ തടാകം വറ്റി വരണ്ടു. പിന്നെ സമാവ താഴ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി. ഇത് ഏറ്റവും അവസാനത്തെ ഭാഗം കണ്ടില്ല, 1ൽ 4. അപ്പം അതൊക്കെ 1ാമത്തതിൻ്റെ ആൻസറാണ്. ഇനി 2ാമത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച 7ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത്. 1, അഖീഖത്ത് അറുത്തു. പിന്നെ കുറൈശികളെ ക്ഷണിച്ച് സദ്യ നൽകി. മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ഇനി 5ാമത്തത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ്, പൂരിപ്പിക്കാം. 1ാമത്തത്, ഇസ്മായിൽ നബിയുടെ ഡേഷ്, അവിടെ എഴുതാനുള്ളത് സന്താനങ്ങളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ഖുറൈശി ഗോത്രത്തെയും അതിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു. അപ്പം 1ാമത്തെ ഭാഗത്ത് സന്താനങ്ങളിൽ എന്നും 2ാമത്തെ എഴുതാനുള്ളത് നിന്ന് എന്നെയും എന്നുള്ളതാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.